വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ കോടികൾ പിരിച്ച് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ട് വീടിനായി കല്ലിട്ട ശേഷം വീട് വയ്ക്കാൻ കാശ് ബാക്കിയില്ല എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇതും കൂടി തുറന്ന് കണ്ടുപോകണം. അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിനായി സ്വമേധ കൈവശമുണ്ടായിരുന്ന ഭൂമി വിട്ടുകൊടുത്ത ശേഷം കിടപ്പാടമില്ലാതായ ശ്രീമതി അച്ചാമ്മ വർഗീസ് എന്ന അമ്മയ്ക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ KGOA നിർമ്മിച്ചു നൽകിയ വീടാണ് ഇത്. കുമ്പിച്ചൽ പാലത്തിന് മുകളിൽ തലയെടുപ്പോടെ അച്ചാമ്മ വർഗീസിൻ്റെ ഈ വീട് ഉണ്ടാകും. KGOA എന്ന സംഘടന കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇതിനകം 60 വീടുകൾ പൂർത്തിയാക്കി സാധാരണക്കാർക്ക് കൈമാറിക്കഴിഞ്ഞു. തങ്ങൾക്ക് മാസാമാസം ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചാണ് KGOA 60 വീടുകൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം അമ്പൂരിയിൽ നടന്ന ചടങ്ങിൽ CITU സംസ്ഥാന സെക്രട്ടറി K. സുനിൽകുമാർ അച്ചാമ്മ വർഗീസിന് വീടിൻ്റെ താക്കോൽ കൈമാറി. അമ്പൂരിയിൽ അച്ചാമ്മ വർഗീസിൻ്റെ വീടിനായി 4 ലക്ഷം രൂപ KGOA എന്ന സംഘടന നൽകി. ബാക്കി തുക CPM അമ്പൂരി ലോക്കൽ കമ്മിറ്റി ബഹുജന പങ്കാളിത്തത്തോടെ സമാഹരിച്ചതുമാണ്. വീടിനായി ആകെ ചെലവായത് 6 ലക്ഷം രൂപ. KGOAയുടെ വിവിധ ഏരിയ കമ്മിറ്റികൾ അച്ചാമ്മ വർഗീസിന് ആവശ്യമായ ഗൃഹോപകരണങ്ങളും സമ്മാനിച്ചു. CK ഹരീന്ദ്രൻ MLAയുടെ ആവശ്യപ്രകാരമാണ് KGOA അമ്പൂരിയിൽ വീട് നിർമ്മിക്കുവാൻ മുന്നോട്ട് വന്നത്. 22ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി തീരുമാനിച്ച് കേരളത്തിൽ പറഞ്ഞു. കേരളത്തിലെ CPIM മുഴുവൻ പാർട്ടി ലോക്കൽ കമ്മിറ്റികളും ഒരു വീട് ചോർന്നു